ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ്കോർ അക്കാദമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ് 10ലെ ബയോളജിയിലെ 5ാമത്തെ പാഠമായിട്ടുള്ള പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്നുള്ള ചാപ്റ്ററായിരുന്നു. ആ ചാപ്റ്ററിൻ്റെ പാർട്ട് 3യിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്ടീരിയ കാരണം പകരുന്ന കാരണമായിട്ടുള്ള ബാക്ടീരിയ രോഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈറസ് രോഗങ്ങളാണ്. എന്താണ് വൈറസ്? ഈ വൈറസ് രോഗങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൊറോണ വൈറസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വൈറസ് രോഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. അത് പകരുന്ന രീതിയും രോഗകാരിയും ഏതൊക്കെയാണ് വൈറസ് രോഗങ്ങൾ എന്നൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പെരുകുന്നു. അതായത് വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ ജനിതക സംവിധാനമായിട്ടുള്ള RNA DNA അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് അതിൻ്റെ ആ ഒരു കോശ നിയന്ത്രണം ഉപയോഗിച്ചിട്ടാണ് പെരുകുന്നത്. അല്ലാതെ വൈറസിനായിട്ടൊരു നിയന്ത്രണമില്ല. നമ്മുടെ ശരീരത്തിലെ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള കോശങ്ങളുടെ RNA DNA ആ ഒരു ജനിതക സംവിധാനം, കോശങ്ങളുടെ നിയന്ത്രണം ഉപയോഗിച്ചിട്ടാണ് പെരുകുന്നത്. അങ്ങനെ കോശങ്ങളെ നശിപ്പിച്ചിട്ടാണ് രോഗം ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ കോശങ്ങളെ നശിപ്പിച്ചിട്ട് രോഗം ഉണ്ടാക്കുകയാണ് വൈറസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. നമുക്ക് 2 വൈറസ് രോഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റതാണ് എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എയ്ഡ്സ്. അപ്പോൾ ഈ എയ്ഡ്സ് പരത്തുന്ന രോഗകാരി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എന്താണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്? ഇനി നിങ്ങൾക്ക് ഈ രോഗകാരി ഇതിങ്ങനെ എഴുതാൻ പറ്റില്ലെങ്കിൽ HIV എന്നെങ്കിലും എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ ഇത് ബാധിക്കുന്നത് എവിടെയാണ്? T ലിംഫോസൈറ്റുകളെയാണ്. നമ്മൾ നേരത്തെ ആർജിത പ്രതിരോധത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു T ലിംഫോസൈറ്റുകളെ കുറിച്ചിട്ട്. ഈ T ലിംഫോസൈറ്റുകളെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത്. ഈ വൈറസ് എന്ത് ചെയ്യും? T ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ട് പെരുകിയിട്ട് അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വൈറസുകൾ T ലിംഫോസൈറ്റിനെ, നമ്മൾ പറഞ്ഞു വൈറസ് എന്താണ്? നമ്മുടെ ശരീരത്തിലെ കോശത്തിൻ്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് പെരുകുന്നത്. അപ്പോൾ ഈ വൈറസ് T ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും എന്നിട്ട് അതിൻ്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ട് പെരുകിയിട്ട് അവയെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ശരീരത്തിന് രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് കുറയും. ആ ഒരു T ലിംഫോസൈറ്റുകൾ നശിച്ചു പോയാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ ചെറുക്കാനുള്ളതെന്ന് വെച്ചാൽ രോഗങ്ങളെ തടയാനുള്ള ഒരു റെസിസ്റ്റ് ചെയ്ത് നിർത്താനുള്ള കഴിവ് എന്ത് ചെയ്യും? കുറയും. ക്രമേണ എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. എന്നിട്ട് പിന്നെ അത് എയ്ഡ്സ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ ഇതെന്താണ് ചെയ്യുന്നത്? T ലിംഫോസൈറ്റിൻ്റെ ധർമ്മം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രോഗം ബാധിച്ച കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആര്? T ലിംഫോസൈറ്റ്. അപ്പോൾ ഈ വൈറസുകൾ T ലിംഫോസൈറ്റിനെ നശിപ്പിച്ചാൽ നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് എന്ത് ചെയ്യും? കുറയും. ക്രമേണ എയ്ഡ്സ് എന്നൊരു അവസ്ഥയിലേക്ക് എത്താണ് ചെയ്യുക. ഇനി നമ്മൾ ഈ എയ്ഡ്സിൻ്റെ ലക്ഷണങ്ങളാണ് നോക്കാൻ പോകുന്നത്. എയ്ഡ്സിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ മറ്റ് വൈറസ് രോഗങ്ങളുടേതിന് സമാനമാണെങ്കിലും രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ എയ്ഡ്സിന് ആദ്യം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ബാക്കി മറ്റു വൈറസ് രോഗങ്ങളുടേതുപോലെയുള്ള സമാനമാണെങ്കിലും അതുപോലെ തന്നെയാണെങ്കിലും രോഗപ്രതിരോധ ശേഷി കുറയും. T ലിംഫോസൈറ്റുകൾ നശിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയും. അപ്പോൾ നമുക്ക് ന്യൂമോണിയ ഉണ്ടാവാം, ക്ഷയം ഉണ്ടാവാം, ചിലയിനെ ക്യാൻസർ തുടങ്ങിയ വിവിധ മാരക രോഗങ്ങൾ നമുക്ക് ബാധിക്കാം. ഇത് പകരുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, ഒരാൾക്ക് HIV ബാധിച്ചിട്ടുണ്ട്, അയാളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? എയ്ഡ്സ് പകരാം. HIV വിമുക്തമല്ലാത്ത സൂചികളും സിറിഞ്ചുകളും പങ്കുവെക്കുന്നതിലൂടെ, ഒരാൾക്ക് ഉപയോഗിച്ച ഒരു HIV രോഗിക്ക് ഉപയോഗിച്ച അതേ സിറിഞ്ച് നമ്മുടെ ശരീരത്തിലേക്കും ഉപയോഗിക്കുമ്പോൾ അതിലുണ്ടാവും HIVൻ്റെ അംശങ്ങളുണ്ടാവും. അത് നമ്മുടെ ശരീരത്തിലേക്ക് ആ ഒരു സിറിഞ്ചിലേക്കൂടി നമ്മുടെ ശരീരത്തിലേക്കും അതെന്ത് ചെയ്യാം? പകരാം. പിന്നെയോ HIV അടങ്ങിയ രക്തമോ അവയവമോ സ്വീകരിക്കുന്നതിലൂടെ, ഒരു HIV പേഷ്യൻ്റെ രക്തം അല്ലെങ്കിൽ അവരുടെ അവയവം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്കും ആ ഒരു HIV വൈറസ് എത്തും. പിന്നെ HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്, ഒരമ്മയിൽ HIV ബാധിതയാണെങ്കിൽ അവരുടെ വയറ്റിലുള്ള കുഞ്ഞിക്ക്, ഗർഭസ്ഥ ശിശുവിനും എന്തുണ്ടാവും? ആ ഒരു HIV പകരും.
ഇതിനുള്ള ചികിത്സ പറയുന്നത് എയ്ഡ്സ് പൂർണ്ണമായിട്ട് ഭേദമാക്കാനുള്ള മരുന്നുകളൊന്നും ഇപ്പം നിലവിലില്ല, കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി വഴി വൈറസിൻ്റെ പെരുകൽ നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു എയ്ഡ്സ് പൂർണ്ണമായിട്ട് ഭേദമാക്കാനുള്ള മരുന്നുകളൊന്നും നിലവിലില്ല. എന്നാൽ നമ്മൾ പറഞ്ഞു വൈറസ് നമ്മുടെ ശരീരത്തിൽ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ട് പെരുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി റിട്രോവൈറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറാപ്പി ഉപയോഗിച്ച് ആ ഒരു തെറാപ്പി വഴി നമുക്ക് എന്ത് ചെയ്യാം, വൈറസിൻ്റെ പെരുകൽ നിയന്ത്രിക്കാനും രോഗിയുടെ പ്രതിരോധ ശേഷി എന്ത് ചെയ്യാൻ പറ്റും, നിലനിർത്താനും കൂടി സാധിക്കും. ഓക്കെ, എയ്ഡ്സ് ക്ലിയർ അല്ലേ? ഇനി നമ്മൾക്ക് COVID-19 പോലെ തന്നെ സുപരിചിതമാണ് നിപ്പ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിപ്പ വൈറസ് അല്ലേ? ഈ നിപ്പ വൈറസിൻ്റെ രോഗകാരി നിപ്പ വൈറസാണ്. നിപ്പ രോഗത്തിൻ്റെ പേര്, ഇതിനുള്ള രോഗകാരി നിപ്പ വൈറസാണ്. ലക്ഷണങ്ങൾ എന്താ? പനി, തലവേദന, പേശീവേദന, ചുമ, ഛർദി എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ഈ ഒരു നിപ്പ വൈറസ് ഉണ്ടെങ്കിൽ ആദ്യം പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമുക്ക് പനിയും തലവേദനയും, പേശീവേദന എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം മൊത്തത്തിൽ മസിലൊക്കെ ഒരു വേദന, പിന്നെ ചുമയുണ്ടാവും, ഛർദിയൊക്കെ ഉണ്ടാവും. രോഗം ഗുരുതരമാകുമ്പോൾ സ്ഥലകാല ബോധമില്ലായ്മ, അപസ്മാരം, ബോധക്ഷയം എന്നിവയൊക്കെ ഉണ്ടാകാം. രോഗലക്ഷണങ്ങളും സങ്കീർണതകളും കുറയ്ക്കാനുള്ള ചികിത്സ മാത്രമേ ഉള്ളൂ. ആൻറ്റിവൈറൽ മരുന്നുകളോ വാക്സിനോ നിലവിലില്ല. ഇനി ഇപ്പൊക്കെതിരായിട്ടുള്ള മരുന്നോ വാക്സിനോ ഒന്നും നിലവിലില്ല. ആ ഒരു രോഗലക്ഷണങ്ങളില്ലേ, നമ്മുടെ ചുമ, ഛർദി, സ്ഥലകാലബോധം, അതിൻ്റെയൊക്കെ ഒരു സങ്കീർണത, അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി കുറയ്ക്കാനും പിന്നെ ആ ഒരു കുറയ്ക്കാനുള്ള ചികിത്സ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പോൾ പൂർണ്ണമായിട്ടും ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിവൈറൽ മരുന്നുകളോ അല്ലെങ്കിൽ വാക്സിനൊന്നും നിലവിലില്ല. ഈ നിപ്പ വൈറസ് പകരുന്ന വിധാണ് നോക്കാൻ പോകുന്നത്. നിപ്പ വൈറസ് എങ്ങനെ പകരും? ഇപ്പം വവ്വാല് കഴിച്ചിട്ട് നിലത്തിടുന്ന പഴങ്ങൾ നമ്മുടെ പന്നികൾ കഴിച്ചിട്ട് അതുവഴി എന്ത് ചെയ്യാം, മനുഷ്യരിലെത്താം. ഇവരിലെല്ലാം പകർന്നാൽ ഈ മനുഷ്യരിൽ നിന്നും എന്ത് ചെയ്യാം, മനുഷ്യരിലേക്ക് പകരാം. മനസ്സിലായോ? വവ്വാല് കഴിച്ചിട്ട് നിലത്തിടുന്ന പഴങ്ങൾ പന്നികൾ കഴിക്കും. ആ പന്നികൾ വഴി മനുഷ്യരിലെത്താം. പന്നികളെ മനുഷ്യർ ഭക്ഷിക്കൂലേ, അതിൽ നിന്ന് എന്ത് ചെയ്യാം, മനുഷ്യരിലെത്താം. ആ മനുഷ്യരിൽ നിന്ന് ഏതെങ്കിലും ഒരു സമ്പർക്കം വഴി മറ്റൊരു മനുഷ്യരിലെത്താം. അല്ലെങ്കിൽ വവ്വാലിൽ നിന്ന് നേരിട്ട് എവിടെ എത്താം, പന്നികളിലെത്തി അവിടെ നിന്ന് മനുഷ്യരിലേക്ക് പോവാം. അല്ലെങ്കിൽ വവ്വാലിൽ നിന്ന് നേരിട്ട് മനുഷ്യരിലേക്ക് എത്താം. അല്ലെങ്കിൽ വവ്വാല് കഴിച്ച് നിലത്തിട്ട പഴം കഴിച്ചിട്ട് എന്ത് ചെയ്യാം, മനുഷ്യരിലെത്താം. അവിടെ നിന്ന് മനുഷ്യരിൽ നിന്ന് തന്നെ മനുഷ്യരിലേക്കും പകരും. പിന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങൾ വവ്വാല് ഭക്ഷിച്ച ബാക്കി പഴങ്ങളൊക്കെ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പകരാം. മനസ്സിലായില്ലേ? പകരുന്ന വിധം സിമ്പിളാണ്. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. വവ്വാല് കഴിച്ചിട്ടുള്ള ഒരു പഴം, പേരക്ക, നമുക്കറിയാം പേരക്ക, മാങ്ങ, അതൊക്കെ വവ്വാല് കടിച്ച് നിലത്തിടും അല്ലേ? അത് നമ്മൾ കഴിച്ചാൽ നമ്മൾക്ക് അതിൽ നിന്ന് പകരാം. അല്ലെങ്കിൽ ആ ഒരു വവ്വാല് കടിച്ചിട്ടുള്ള ആ ഒരു പഴം പന്നിയൊക്കെ കഴിച്ചാൽ അതിൽ നിന്ന് നമുക്ക് പകരാം. അല്ലെങ്കിൽ വവ്വാലിൽ നിന്ന് നേരിട്ട് മനുഷ്യരിലേക്ക് പകരാം. അപ്പോൾ അത് ബാധിച്ചിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരും. ഓക്കെ, ഇനി നമ്മൾ ഫംഗസ് പരത്തുന്ന രോഗങ്ങളാണ് നോക്കുന്നത്. നമ്മൾ ബാക്ടീരിയ ഡിസ്കസ് ചെയ്തു, വൈറസും ഡിസ്കസ് ചെയ്തു. ഇനി ഫംഗസ് നമ്മുടെ ചർമ്മത്തിൽ, നമ്മുടെ സ്കിന്നിലും നഖങ്ങളിലൊക്കെ നേരിട്ട് അണുബാധ ഉണ്ടാക്കുകയോ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്താണ് രോഗങ്ങൾ സൃഷ്ടിക്കുന്നത്. ഫംഗസ് നമ്മുടെ ചർമ്മത്തിൽ, നമ്മുടെ സ്കിന്നിലൊക്കെ, നമ്മുടെ ബോഡി സ്കിന്നിലൊക്കെ, പിന്നെ നഖങ്ങളിലൊക്കെ നേരിട്ടിട്ട് എന്ത് ചെയ്യുന്നു, അണുബാധ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്താണ് രോഗങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഫംഗസ് വരുന്ന 2 രോഗങ്ങളാണ്. ഫംഗസ് രോഗങ്ങൾ 2 നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് റിംഗ് വേം. നമുക്കറിയാം വട്ടച്ചൊറി ഈട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. റിംഗ് വേം ഇത് ബാധിക്കുന്ന വിധം രോഗം ബാധിച്ചവരിലൂടെയും സ്പർശനത്തിലൂടെയും മലിനമായ വസ്തുക്കളിലൂടെയും മൃഗങ്ങളിൽ നിന്നൊക്കെ ഇത് ബാധിക്കാം. അതായത് രോഗം ബാധിച്ച ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പകരാം. പിന്നെ സ്പർശനത്തിലൂടെ, പിന്നെ മലിനമായിട്ടുള്ള വസ്തുക്കൾ, വൃത്തിയില്ലാത്ത വസ്തുക്കളിലൂടെ മൃഗങ്ങളിൽ നിന്നൊക്കെ ഇത് പകരാം. അപ്പം ഒരാൾക്ക് ഈ റിംഗ് വേം ഉണ്ട്, അയാൾ യൂസ് ചെയ്യുന്ന സോപ്പോ ചകിരിയോ അല്ലെങ്കിൽ തോർത്തൊക്കെ മറ്റൊരാൾ യൂസ് ചെയ്യുമ്പോൾ അതിലൂടെ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഈ റിംഗ് വേം പകരാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ വൃത്താകൃതിയിലുള്ള ചുവന്ന പാട നമ്മളിവിടെ കാണുന്നുണ്ട്. വൃത്താകൃതിയിൽ ഭയങ്കര ചൊറിച്ചിലുണ്ടാകും.
നല്ല ചൊറിച്ചിലായിരിക്കും റിംഗ് വേം ഉണ്ടെങ്കിൽ, ഫംഗസ് പരത്തുന്നതാണ്. അടുത്ത രോഗം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അടുത്തൊരു ഫംഗസ് രോഗമാണ് കാൻഡിഡിയാസിസ്. എന്താണ് കാൻഡിഡിയാസിസ്? ഈ പേര് മനസ്സിലാക്കി വെക്കണം, കാൻഡിഡിയാസിസ്. ഇത് ബാധിക്കുന്ന വിധം നേരിട്ടുള്ള സമ്പർക്കം. എന്താണ് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ? നേരിട്ടുള്ള സമ്പർക്കം എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, നേരിട്ടുള്ള സമ്പർക്കം. പിന്നെ വസ്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ ആ ഒരു രോഗമുള്ള ആ ഒരു കാൻഡിഡിയാസിസ് ബാധിച്ചിട്ടുള്ള ഒരാളായിട്ടുള്ള വസ്ത്രങ്ങൾ പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ ലൈംഗിക ബന്ധം വഴി നമുക്ക് കാൻഡിഡിയാസിസ് പകരാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ: വായിൽ വെളുത്ത പാട്, ഇവിടെ കാണുന്നുണ്ട്, വായിൽ വെളുത്ത പാടുകൾ, ചൊറിച്ചിലുണ്ടാകും. ആ ഒരു ഈ കാൻഡിഡിയാസിസ് ബാധിച്ചെടുത്ത് ചുവന്ന ചൊറിച്ചിലുണ്ടാക്കുന്ന പാടുകൾ ഉണ്ടാകും. നിറം മങ്ങിയിട്ടുള്ള കട്ടിയുള്ള നഖങ്ങളായിരിക്കും. കാൻഡിഡിയാസിസ് ഉള്ള ആൾക്ക് എന്താണ് നിറം മങ്ങിയിട്ടുള്ള കട്ടിയുള്ള നഖമായിരിക്കും. വായിൽ വെളുത്ത പാടുണ്ടാവും, ചൊറിച്ചിലുണ്ടാകും. ആ ഒരു കാൻഡിഡിയാസിസ് ബാധിച്ചെടുത്ത് എന്തുണ്ടാവും? ചുവന്ന ചൊറിച്ചിലുണ്ടാക്കുന്ന പാടുകൾ ഉണ്ടാവും. ഓക്കെ, 2 ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? റിംഗ് വേമും കാൻഡിഡിയാസിസും. 2 വൈറസ് രോഗങ്ങൾ, നിപ്പയും എയ്ഡ്സും. ഇതിൻ്റെ ലക്ഷണങ്ങളും ബാധിക്കുന്ന വിധവും ഒക്കെ മനസ്സിലാക്കി വെക്കണം. നമ്മൾക്ക് മനസ്സിലാക്കി വെച്ചാൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. കുറച്ചുകൂടി നിങ്ങൾ കേൾക്കാത്തത് കാൻഡിഡിയാസിസ് ആയിരിക്കും. ബാക്കി റിംഗ് വേമും നിപ്പയും എയ്ഡ്സൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. ഇനി നമുക്ക് പ്രോട്ടോസോവ. നമ്മളിപ്പം ഫംഗസ്, വൈറസ്, ബാക്ടീരിയ പഠിച്ചു. ഇനി നമ്മൾ പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങളാണ് പഠിക്കുന്നത്. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. എന്താണ് ഏകകോശം എന്ന് പറഞ്ഞാൽ? ഒരൊറ്റ കോശമുള്ള. യൂക്കാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായ ന്യൂക്ലിയസ് ഉള്ളതാണ് യൂക്കാരിയോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പം ഏകകോശമായിട്ടുള്ള ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. ചില പ്രോട്ടോസോവകൾ എന്ത് ചെയ്യും? ചുവന്ന രക്തകോശങ്ങളെ ആക്രമിക്കും. ചില പ്രോട്ടോസോവകൾ ചുവന്ന രക്തകോശങ്ങളെ ആക്രമിക്കുകയും അവയ്ക്കുള്ളിൽ പെരുകുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ചില പ്രോട്ടോസോവകൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെ, ചുവന്ന രക്തകോശങ്ങളെ എന്ത് ചെയ്യുന്നു? ആക്രമിച്ചിട്ട് അതിനുള്ളിൽ പെരുകിയിട്ട് അവരെ നശിപ്പിച്ച് കളയുന്നു. ചിലത് എന്ത് ചെയ്യുന്നു? ശരീരപ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ദോഷകരമായ വസ്തുക്കൾ പുറത്തുവിടുന്നു. ചില പ്രോട്ടോസോവകൾ ചെയ്യുന്നത് നമ്മുടെ ശരീരപ്രവർത്തനത്തൊക്കെ ബാധിക്കുന്ന ദോഷകരമായിട്ടുള്ള എന്ത് ചെയ്യുന്നു? വസ്തുക്കൾ പുറത്തുവിടുന്നു. അപ്പം നമുക്ക് പ്രോട്ടോസോവ രോഗമായിട്ടുള്ള മലമ്പനിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമുക്കത് നോക്കാം. എന്താണ് മലമ്പനി? പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടോസോവയാണ് രോഗകാരി. മലമ്പനിയുടെ രോഗകാരി ആരാണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ. ആരാണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് എന്തിൻ്റെ രോഗകാരി? മലമ്പനിയുടെ. അനോഫിലിസ് പെൺകൊതുകുകളാണ് ഈ രോഗാണുവിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു രോഗാണുവിനെ, പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ആ ഒരു രോഗാണുവിനെ എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അനോഫിലിസ് പെൺകൊതുകുകൾ. വൃത്തിക്ക് മനസ്സിലാക്കി വെക്കണം. ആ ഒരു മലമ്പനിയുടെ രോഗകാരി എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം എന്നുള്ളൊരു പ്രോട്ടോസോവയാണ്. അപ്പോൾ ഈ പ്ലാസ്മോഡിയം അതായത് രോഗാണുവിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അനോഫിലിസ് പെൺകൊതുകുകളാണ്. ആരാണ്? അനോഫിലിസ് പെൺകൊതുകുകൾ. ഇതിനുള്ള ലക്ഷണം: ഇടവിട്ടിട്ടുള്ള പനി, കുളിരും വിറയലും, തലവേദന ഉണ്ടാകും, ഛർദി ഉണ്ടാവും, പേശിവേദന, ഞാൻ പറഞ്ഞു മസിൽ വേദനയൊക്കെ ഉണ്ടാവും, ക്ഷീണം ഉണ്ടാകും. ചികിത്സ ആൻറ്റി മലേറിയൻ മരുന്നുകളാണ്. ഇതിനുള്ള മലമ്പനിക്കുള്ള ചികിത്സ ആൻറ്റി മലേറിയൻ മരുന്നുകളാണ്. മറക്കരുത്, രോഗകാരി പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടോസോവയാണ്. അപ്പോൾ ഈ പ്ലാസ്മോഡിയത്തിനെ അല്ലെങ്കിൽ ഈ രോഗാണുവിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അനോഫിലിസ് പെൺകൊതുകുകളാണ്. ഇതിൻ്റെ ലക്ഷണം: ഇടവിട്ടുള്ള പനി, കുളിരും വിറയലും, തലവേദന, ഛർദി, പേശിവേദന, ക്ഷീണം. ചികിത്സ ആൻറ്റി മലേറിയൻ മരുന്ന്. മറക്കല്ല. നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. എന്താണ്? പ്ലാസ്മോഡിയം എന്ത് ചെയ്യുന്നു? ശരീരത്തിലെത്തുന്നു. ആരാണ് എത്തിക്കുന്നത്? അനോഫിലിസ് പെൺകൊതുകുകളാണ്. ഏത് വഴിയാണ് എത്തുന്നത്? അനോഫിലിസ് പെൺകൊതുകുകൾ വഴിയാണ് നമ്മുടെ ശരീരത്തിൽ എന്തെത്തുന്നത്? പ്ലാസ്മോഡിയം. ഒരാളുടെ ശരീരത്തിൽ മറ്റൊരാളുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അനോഫിലിസ് പെൺകൊതുകുകൾ എന്ത് ചെയ്യുന്നു? പ്ലാസ്മോഡിയം ശരീരത്തിൽ എത്തിക്കുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? പെരുകുന്നു. നമ്മുടെ ശരീരത്തിൽ അത് പെരുകുന്നു. അത് ചുവന്ന രക്തകോശങ്ങളെ, ആ ഒരു പ്ലാസ്മോഡിയം, നമ്മൾ പറഞ്ഞു പ്രോട്ടോസോവ നമ്മുടെ ചുവന്ന രക്തകോശങ്ങൾ എന്ത് ചെയ്യുക? നശിപ്പിക്കുകയാണ് ചെയ്യുക. ചില പ്രോട്ടോസോവകൾ
എന്താണ് ചുവന്ന രക്തകോശത്തെ നശിപ്പിക്കുന്നു. ചില പ്രോട്ടോസോവുകൾ എന്താ ചെയ്യുക, നമ്മുടെ ശരീരപ്രവർത്തനങ്ങളൊക്കെ ബാധിക്കുന്ന ദോഷകരമായ വസ്തുക്കൾ പുറത്തുവിടാണ്. പക്ഷെ ചില പ്രോട്ടോസോവുകൾ നമ്മുടെ ചുവന്ന രക്തകോശങ്ങളെ നശിപ്പിക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ ചുവന്ന രക്തകോശങ്ങളെ നശിപ്പിക്കുന്ന ആ ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പ്ലാസ്മോഡിയം എന്ത് ചെയ്യുന്നു, ശരീരത്തിൽ എത്തുന്നു, അത് നമ്മുടെ ശരീരത്തിൽ പെരുകുന്നു. ഇങ്ങനെ ആ ഒരു പ്ലാസ്മോഡിയം, ഇതാണ് എത്തിയ പ്ലാസ്മോഡിയം, അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കുറേ പെരുകയാണ്. ആ പെരുകുന്നു, അതെന്ത് ചെയ്യുന്നു, എന്നിട്ട് ചുവന്ന രക്തകോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് കൊതുക്, ഇതാണ് അനോഫിലിസ് പെൺകൊതുക്, കണ്ടോ, അനോഫിലിസ് പെൺകൊതുക്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ പെരുകിയിട്ട് പിന്നെ അനോഫിലിസ് പെൺകൊതുക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇത് കുത്തിയെടുക്കുന്നുണ്ടോ, വേറൊരാളുടെ ശരീരത്തിലേക്ക് രോഗാണുവിനെ എന്ത് ചെയ്യുന്നു, എത്തിക്കുക ചെയ്യുക. ഇനി ഈ ഒരു കയ്യിൽ നിന്ന് വേറൊരാളുടെ ശരീരത്തിലേക്ക് എത്തിക്കും. അതാണ് ഈ ഒരു ചിത്രത്തിൽ മലേറിയ രോഗബാധേൻ്റെ ആ ഒരു ഇതാണ് കാണിച്ചു തരുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ്. അടുത്തത് നമ്മൾ വിരകൾ പരത്തുന്ന രോഗങ്ങളാണ് നോക്കുന്നത്. വിരകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമുക്ക് വിരഗുളികയൊക്കെ തരലില്ലേ സ്കൂളിൽ നിന്ന്. അപ്പോൾ വിരകൾ, കൃമി ഇതാണ് കൃമി, ഉരുണ്ട വിര തുടങ്ങിയ പരാത വിരകൾ എന്ത് ചെയ്യുന്നു, രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ രോഗങ്ങളെ പൊതുവെ വിരശല്യം എന്നാണ് പറയുന്നത്. അപ്പം കൃമി നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമുക്ക് വയറുവേദന എടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് പറയും അത് കൃമി കടിക്കുന്ന. അപ്പോൾ ഈ കൃമി, ഉരുണ്ട വിര തുടങ്ങിയ പരാത വിരകൾ എന്ത് ചെയ്യുന്നു, രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ രോഗങ്ങളെ പൊതുവായിട്ട് നമ്മൾ എന്താ പറയുക, വിരശല്യം എന്നാണ് പറയുക. കൃമി, ഉരുണ്ട വിരയൊക്കെ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കൃമി, ഉരുണ്ടവിരി ഉണ്ടാക്കുന്ന രോഗങ്ങളെ നമ്മൾ എന്ത് പൊതുവായിട്ട് പറയും, വിരശല്യം എന്ന് പറയും. നഖം കടിക്കുകയോ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുകയോ മലിനജലം കുടിക്കുകയോ ചെയ്യുന്നതിലൂടെ രോഗം പകരുന്നു. ഈ രോഗം പകരുന്നത് നഖം കടിക്കുക, അല്ലെങ്കിൽ കൈ കഴുകാതെ, നമ്മൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ മലിനജലം, വൃത്തിയില്ലാത്ത ജലം കുടിക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ രോഗം പകരുന്നു. വിരബാധ, വിളർച്ച, ഉത്സാഹക്കുറവ്, ക്ഷീണം, ശ്രദ്ധക്കുറവ്, പോഷകക്കുറവ്, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, വയറുവേദന, തലവേദന, തലകറക്കം, ഛർദി എന്നിവയുണ്ടാകുന്നു. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു വിരശല്യം, ആ ഒരു രോഗം നമ്മൾ പറഞ്ഞു വിരശല്യം എന്നാണ് പറയുക, അത് പകരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇതായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും, ഏതൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകും. വിരബാധ, വിളർച്ച ഉണ്ടാവും, നമുക്കൊരു ഉത്സാഹം ഉണ്ടാവില്ല, ഉത്സാഹക്കുറവുണ്ടാവും, ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരിക്കും, ശ്രദ്ധക്കുറവ്, നമുക്ക് ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല, പോഷകക്കുറവ്, നമ്മുടെ ശരീരത്തിൽ പോഷകത്തിൻ്റെ കുറവുണ്ടാകും, വിശപ്പ് ഉണ്ടാവില്ല, വിശപ്പില്ലെങ്കിൽ തന്നെ നമുക്കറിയാം എന്തുണ്ടാവും, നമ്മുടെ ഭാരം കുറയും, വയറുവേദന ഉണ്ടാകും, നമുക്കറിയാം കൃമിയൊക്കെ നമുക്ക് വയറുവേദന എടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ. പിന്നെ തലവേദന ഉണ്ടാവും, തല കറക്കം ഉണ്ടാവും, ഛർദി ഉണ്ടാകും, എന്നിവയൊക്കെ ഉണ്ടാവുന്നുണ്ട്. വിരശല്യം പടരുന്നത് തടയാൻ, എന്താണ് ഈ ഒരു വിരശല്യം പടരുന്നത് തടയാൻ വേണ്ടിയിട്ടും പലതരം വിരകളെ നശിപ്പിച്ച് വിരശല്യം തടയാനും ആൽബെൻഡാസോൾ ഗുളിക ഫലപ്രദമാണ്. എന്ത് ഗുളികയാണ്? ആൽബെൻഡാസോൾ. എന്തിനു വേണ്ടിയിട്ട് ആൽബെൻഡാസോൾ ഗുളിക ഉപയോഗിക്കുന്നത്? വിരശല്യം പടരുന്നത് തടയാനും പിന്നെയോ പലതരം വിരകളെ നശിപ്പിച്ചിട്ട് വിരശല്യം തടയാനും ആര് സഹായിക്കുന്നുണ്ട്? ആൽബെൻഡാസോൾ ഗുളിക ഫലപ്രദമാണ്. ഇനി നമ്മൾ വിര പകർത്തുന്ന മറ്റൊരു രോഗം എന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മന്ത്. എന്താണ് മന്ത്? എന്താണ് മന്ത്? ഫൈലേറിയൻ വിരകൾ. എന്ത് വിരയാണ്? ഫൈലേറിയൻ വിരകളാണ്. എന്ത് വിരകളാണ്? ഫൈലേറിയൻ വിരകൾ. അപ്പുറം നമ്മൾ പറഞ്ഞു കൃമി, ഉരുണ്ട വിരയൊക്കെയാണ് പറഞ്ഞത്. മന്തിൽ ഫൈലേറിയൻ വിരകളാണ്. ഈ ഫൈലേറിയൻ വിരകൾ നമ്മുടെ ലിംഫ് വാഹി നമുക്കറിയാം, വെള്ളം പോലെയുള്ള ദ്രവങ്ങളൊക്കെ വഹിക്കുന്ന ലിംഫ് വാഹികളിൽ തങ്ങി നിന്നിട്ട് ലിംഫിൻ്റെ സാധാരണ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതിനാലാണ് മന്ത് രോഗം ഉണ്ടാകുന്നത്. അതായത് ഈ ഫൈലേറിയൻ വിരകൾ എന്ത് ചെയ്യും? നമ്മുടെ ലിംഫ് വാഹികളിൽ തങ്ങി നിൽക്കും. നമുക്കറിയാം നമ്മുടെ ഒരു ലിംഫ് വാഹികളിലൊക്കെ ഒരു പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ തങ്ങി നിന്നാൽ അവിടെ നിന്ന് പിന്നെ പോകാൻ ബുദ്ധിമുട്ടാവും. അതിൻ്റെ ഒരു സാധാരണ ഒഴുക്കിനെ ഒഴുക്ക് തടസ്സപ്പെടില്ലേ? അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? മന്ത് രോഗം ഉണ്ടാവുന്നത്. ആ ഒരു ലിംഫ് വാഹികളിൽ ഈ ഫൈലേറിയൻ വിരകൾ തങ്ങി നിന്നിട്ട് ആ ലിംഫിൻ്റെ സാധാരണ ഒഴുക്കിനെ എന്ത് ചെയ്യും? തടസ്സപ്പെടുത്തുന്നതിനാലാണ് മന്ത് രോഗം ഉണ്ടാകുന്നത്. ഈ മന്ത് രോഗം, ഈ രോഗാണുക്കളെ, ഈ ഒരു ഫൈലേറിയൻ വിരകളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് ആരാ? ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. എന്താണ്? ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മലമ്പനീൻ്റെ കാര്യത്തിൽ നമ്മൾ അനോഫിലിസ് പെൺകൊതുകുകളാണ് പറഞ്ഞത്. മന്തിൻ്റെ കാര്യത്തിൽ ആരാണ്? ക്യൂലെക്സ് പെൺകൊതുകുകളാണ് ഈ രോഗാണുക്കളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. കൊതുക് കടിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കൊതുക് കടിക്കുന്നു.
കൊതുക് കടിക്കുമ്പോൾ ഈ വിരകളുടെ ലാർവകൾ എന്ത് ചെയ്യും, നമ്മുടെ രക്തത്തിൽ പ്രവേശിക്കും. ആ കൊതുക് കടിക്കുമ്പോൾ അതിൻ്റെ കടിയിലൂടെ എന്ത് ചെയ്യും, വിരകളുടെ ലാർവകൾ, മുട്ടകൾ എന്ത് ചെയ്യും, നമ്മുടെ രക്തത്തിൽ പ്രവേശിച്ചിട്ട് വളരുകയും ആ നമ്മുടെ രക്തത്തിൽ നിന്ന് വളർന്നിട്ട് അതെവിടെ എത്തും, ലിംഫ് വാഹികളിലെത്തി, എന്നിട്ട് അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് ലിംഫ് ദ്രവം കെട്ടിനിന്ന് കാലക്രമേണ എന്ത് ചെയ്യും, കാലുകളും കൈകളും നേന്ദ്രിയങ്ങളൊക്കെ തുടങ്ങിയ ശരീരഭാഗങ്ങൾ അമിതമായിട്ട് വീങ്ങിയിട്ട് വലുതാവും. ഇതിവിടെ തങ്ങി നിൽക്കുമ്പോൾ, നമ്മുടെ ലിംഫ് വാഹികളിൽ തങ്ങി നിൽക്കുമ്പോൾ അതെന്ത് ചെയ്യും, വീങ്ങിയിട്ട് നമ്മുടെ ആ ശരീരഭാഗങ്ങൾ എന്ത് ചെയ്യും, വലുതാവും. അതായത് നമ്മൾ കൊതുക് കടിക്കുമ്പോൾ കൊതുക് കടിക്കുമ്പോൾ ഈ വിരകളുടെ ലാർവകൾ, മുട്ടകൾ എന്ത് ചെയ്യും, നമ്മുടെ രക്തത്തിൽ പ്രവേശിച്ചിട്ട് വളരും. എന്നിട്ട് അത് എവിടെ എത്തും, ലിംഫ് വാഹികളിൽ എത്തിയിട്ട് അവിടെ തങ്ങി നിൽക്കും. ആ ഒരു ഫലമായിട്ട്, അവിടെ തങ്ങി നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ലിംഫ് ദ്രവം എന്ത് ചെയ്യും, അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. അപ്പോൾ ആ ലിംഫ് ദ്രവം കെട്ടി നിൽക്കും, അത് ഒഴുകാതെ കെട്ടി നിൽക്കും. കാലക്രമേണ എന്ത് ചെയ്യും, നമ്മുടെ കാലും കൈകളൊക്കെ എന്ത് ചെയ്യും, അങ്ങനെ തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ അമിതമായിട്ട് വീങ്ങി വലുതാവും. ഞാൻ മന്തിൻ്റെ പിക്ചർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് ഫൈലേറിയൻ വിര. എന്താണ്? ഇതാണ് ഫൈലേറിയൻ വിര. ഇത് ക്യൂലെക്സ് കൊതുകുകളാണല്ലോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ ഫൈലേറിയൻ വിരയെ എത്തിക്കുന്നത്. ഇതാണ് മന്ത്. ഈ ഫൈലേറിയൻ വിരകളെ കൊതുകുകൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ എത്തിച്ചിട്ട് അത് അവിടുത്തെ നമ്മുടെ രക്തത്തിലെത്തിക്കും. രക്തത്തിലെത്തിച്ചിട്ട് രക്തത്തിൽ നിന്ന് വളർന്നിട്ട് ലിംഫ് വാഹികളിൽ തങ്ങി നിൽക്കും. അപ്പോൾ ലിംഫ് വാഹികളിൽ എന്ത് തടസ്സപ്പെടും, ലിംഫ് വാഹികളിലെ ഒഴുക്കിനെ തടസ്സപ്പെട്ടിട്ട് കാലക്രമേണ എന്ത് ചെയ്യും, നമ്മുടെ കാലിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ വീങ്ങി വരും, നീര് കെട്ടി നിൽക്കും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്, നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് പകരുന്ന രോഗങ്ങളാണ്. ഫംഗസും ബാക്ടീരിയയും വൈറസും പ്രോട്ടോസോവയും വിരകളൊക്കെ കാരണം ഉണ്ടാകുന്ന അതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. നിപ്പ ആവട്ടെ, ഇനി എന്തോ ആവട്ടെ, അതൊക്കെ പകരുന്ന രോഗങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. എയ്ഡ്സും. ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്യാൻസറാണ്. ക്യാൻസർ പകരാത്ത രോഗമാണ്. ക്യാൻസർ എന്താണ്? പകരാത്ത ഒരു രോഗമാണ് ക്യാൻസർ. ഈ ക്യാൻസർ എന്താണ്? ക്യാൻസർ എന്ന് പറയുന്നത് അസാധാരണവും അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറയുന്നത് അസാധാരണവും അനിയന്ത്രിതവുമായ കോശവിഭജനം, അതായത് സാധാരണയിൽ നിന്ന് തെറ്റി അനിയന്ത്രിതമായിട്ട് ഒരു നിയന്ത്രണമില്ലാതെ എന്ത് ചെയ്യുന്നു, കോശവിഭജനം നടക്കുകയാണ്. ഒരു നിയന്ത്രണവും ഇല്ലാതെ കോശം ഇങ്ങനെ വിഭജനം നടക്കുകയാണ്. അതുവഴി എന്ത് ചെയ്യുന്നു, കോശങ്ങൾ പെരുകും. കോശവിഭജനം നടന്നാൽ നമുക്കറിയാം, കോശങ്ങൾ കൂടുക ചെയ്യുക, വർദ്ധിക്കും. അങ്ങനെ കോശങ്ങൾ പെരുകിയിട്ട് ആ കോശങ്ങൾ എന്ത് ചെയ്യും, മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കും. ആ ഒരു അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത്. എപ്പോഴാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത്? കോശവിഭജന പ്രക്രിയയില്ലേ, ആ ഒരു കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ എന്ത് ചെയ്യുന്നു, തകരാറിലാവും. നമ്മൾ പറഞ്ഞു അനിയന്ത്രിതമായിട്ടുള്ള കോശവിഭജനം വഴിയാണ്. അപ്പോൾ വിഭജന പ്രക്രിയയിലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുമ്പോൾ എന്ത് ചെയ്യും, കോശവിഭജനം അനിയന്ത്രിതമാകും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ഒരു കോശവിഭജന പ്രക്രിയയിലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത്. ഇനി നമ്മൾ ക്യാൻസർ കോശങ്ങൾ എന്താണ്, രക്തത്തിലൂടെയും ലിംഫിലൂടെയുമാണ് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത്. ക്യാൻസർ കോശങ്ങളുടെ നമ്മുടെ രക്തത്തിലൂടെയും ലിംഫ്, നമ്മൾ പറഞ്ഞു വെള്ളം പോലെയുള്ള ദ്രവങ്ങൾ വഹിക്കുന്ന ആ ഒരു ലിംഫിലൂടെയുമാണ് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത്. ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാ? ജനിതക മാറ്റങ്ങൾ വഴി എന്ത് ചെയ്യാം, ക്യാൻസറിൽ കാരണം നമ്മൾ പറഞ്ഞു കോശത്തിൻ്റെയൊക്കെ ആ ഒരു മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു, കോശം പെരുകുന്നത്, അതാണ് ഒരു കാരണം, ജനിതക മാറ്റം. പാരിസ്ഥിതിക ഘടകങ്ങൾ, നമ്മുടെ പരിസരപരമായിട്ടുള്ള പൊല്യൂഷനിലൂടെയൊക്കെ എന്ത് ചെയ്യാം, ക്യാൻസർ ഉണ്ടാവാം. വൈറസ് ബാധ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ഭക്ഷണത്തിലുള്ള ആ ഒരു ശൈലിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, കൂടുതൽ ഓയിലി ഫുഡ്സൊക്കെ കഴിച്ചാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകാം. ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ശസ്ത്രക്രിയ, കീമോതെറാപ്പി, നമ്മൾ കേൾക്കുന്നതാ കീമോതെറാപ്പി. വികിരണ ചികിത്സ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ തെറാപ്പിയാണ്. പിന്നെ ഇമ്മ്യൂണോ തെറാപ്പി ഉണ്ട്, ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്, ഹോർമോൺ തെറാപ്പി ഉണ്ട്, തുടങ്ങിയവയാണ് ചികിത്സാ മാർഗങ്ങൾ. എന്തൊക്കെയാണ്? ശസ്ത്രക്രിയ ചെയ്യാം, കീമോതെറാപ്പി, വികിരണ ചികിത്സ അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി എന്നൊക്കെ പറയും. പിന്നെ ഇമ്മ്യൂണോ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി തുടങ്ങിയവയാണ് ചികിത്സാ മാർഗങ്ങൾ.
ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ജനിതക മാറ്റങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള ഘടകങ്ങൾ, വൈറസ് ബാധ, ജീവിതശൈലി. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക. ഒന്നും കൂടി ക്യാൻസറിൻ്റെ ഇത് പറഞ്ഞു തരാം. ക്യാൻസർ പകരാത്തൊരു രോഗമാണ്. പിന്നെയോ ഇതെന്തായാലും ഓർത്ത് വെക്കുക, ഈ ഒരു പോയിന്റ്. അസാധാരണവും അനിയന്ത്രിതവുമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകിയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ്. അതായത് നമ്മുടെ കോശവിഭജനത്തിന് ഒരു നിയന്ത്രണവും ഇല്ല. അപ്പം കോശങ്ങൾ എന്ത് ചെയ്യും? കുറേ വർദ്ധിക്കും. കോശവിഭജനം അനിയന്ത്രിതമായാൽ കോശങ്ങൾ പെരുകിയിട്ട് അതെന്ത് ചെയ്യുന്നു? മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അതായത് നമ്മുടെ ലിംഫിലൂടെയും രക്തത്തിലൂടെയൊക്കെയാണ് ഇത് വ്യാപിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇനി ഇതാ ക്യാൻസർ കോശ വളർച്ച കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഒരു ക്യാൻസർ കോശമാണ്. ഇതൊരു കോശമാണ് ഇത് നമ്മുടെ കോശം, ഇത് നമ്മുടെ കോശം, ഇങ്ങനെയുള്ളത്. അതെന്ത് ചെയ്യുന്നു? ഈ അനിയന്ത്രിതമായിട്ടുള്ള വിഭജനം നടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? കോശങ്ങൾ പെരുകി അതെന്ത് ചെയ്യുന്നു? മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടാണ് ക്യാൻസർ കോശ വളർച്ച. കണ്ടോ? മനസ്സിലായില്ലേ? ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ ചിത്രം. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ ഈ 3 റെഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? ഈ 3 റെഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പെരുകയാണ്, കുറേ ആവുകയാണ്. കണ്ടോ? അതാണ് ആ റെഡിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പകരാത്ത രോഗങ്ങളിൽ ഒന്ന് പറഞ്ഞത് ഏതാണ്? ക്യാൻസറാണ്. ഇനി കുറച്ചും കൂടി പകരാത്ത രോഗങ്ങളുണ്ട്, 4 കൂടി. ആ 4 എന്താ നോക്കാം. ഇവിടെ വിഭാഗം എന്താണ് രോഗം, ആ രോഗത്തിനുള്ള കാരണം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങളിൽ വരുന്നതാണ് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, എന്താണ് BP കൂടുന്നത്, പ്രമേഹമൊക്കെ എന്താണ് ജീവിതശൈലി രോഗത്തിൽ വരുന്നതാണ്. അതിന് കാരണം അനാരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിയാണ്. അതായത് നമ്മുടെ ആഹാരശീലം, വ്യായാമക്കുറവ്, അതിലൊക്കെയുള്ള ഒരു അനാരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലിയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം. പിന്നെ തൊഴിൽജന്യ രോഗങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള രോഗങ്ങളുണ്ട്. ചില തൊഴിലെടുത്താൽ ആ ഒരു ചില തൊഴിലിനൊരു പൊല്യൂഷനായിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മൾ തൊഴിലെടുക്കുന്നതെങ്കിൽ അതിലൂടെ നമുക്ക് അലർജി, അങ്ങനത്തെ ഒരു തൊഴിൽജന്യ രോഗങ്ങളാണ് പറയുന്നത്. അതിൻ്റെ രോഗത്തെ കൊടുത്തത് സിലിക്കോസിസ് ആണ്. എന്താണ് സിലിക്കോസിസ്? കാരണം സിലിക്കാപ്പൊടി ശ്വസനം. എന്താണ്? സിലിക്കാപ്പൊടി ശ്വസിച്ചാൽ സിലിക്കോസിസ് ഉണ്ടാവും. അതൊരു തൊഴിൽപരമായിട്ടുള്ള തൊഴിൽജന്യ രോഗങ്ങളാണ്. പിന്നെ സ്വയം പ്രതിരോധ വൈകല്യം. സ്വയം പ്രതിരോധ വൈകല്യത്തിൽ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ട രോഗമാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. അതിനുള്ള കാരണം പ്രതിരോധ വ്യവസ്ഥയുടെ തെറ്റായ പ്രതികരണമാണ്. നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ തെറ്റായിട്ടുള്ള പ്രതികരണത്തിലൂടെയാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. അടുത്തത് പോഷണ വൈകല്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ, ഇരുമ്പ്, അതിൻ്റെയൊക്കെ ഒരു അങ്ങനെ പോഷണങ്ങളിലുണ്ട്. ആ ഒരു പോഷണത്തിൻ്റെ കുറവ് കൊണ്ട് അങ്ങനെയുള്ള പോഷണ വൈകല്യ വിഭാഗത്തിൽപ്പെടുന്നതാണ് അനീമിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ അയൺ ഗുളികയൊക്കെ കുടിക്കില്ലേ അനീമിയ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അനീമിയ കാരണം എന്താണ്? ഇരുമ്പിൻ്റെ കുറവാണ്. അതിനാണ് നമ്മൾ അയൺ ഗുളിക യൂസ് ചെയ്യുന്നത്. ഇത് 4 ഒന്ന് ഓർത്ത് വെക്കുക. പകരാത്ത രോഗങ്ങൾ, ഒരു പകരാത്ത രോഗം കൂടിയുണ്ട്, ക്യാൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയില്ലേ? നിപ്പ, നമ്മൾ പറഞ്ഞു മന്ത്, അതൊക്കെയാണ്. മലേറിയ, അതായത് മലമ്പനി, അതൊക്കെ. ഇനി നമ്മൾ പറഞ്ഞു 2 തരത്തിലാണ് രോഗങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു. എന്താണ്? ആർജിത രോഗങ്ങളും പാരമ്പര്യ രോഗങ്ങളും. ആർജിത രോഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പാരമ്പര്യ രോഗങ്ങളാണ്. എന്താണ് ഏതൊക്കെയാണ് പാരമ്പര്യ രോഗങ്ങൾ നോക്കാം. ജനിതക തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് പാരമ്പര്യ രോഗങ്ങൾ. നമ്മുടെ ജനിതക തകരാറ് കൊണ്ട്, അപ്പോൾ നമ്മുടെ ജനിതകപരമായിട്ടുള്ള തകരാറുകൾ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് 2 പാരമ്പര്യ രോഗങ്ങളാണ് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തത് സിക്കിൾ സെൽ അനീമിയ ആണ്. എന്താണ്? സിക്കിൾ സെൽ അനീമിയ. 2 പാരമ്പര്യ രോഗങ്ങളും വൃത്തിക്ക് പഠിച്ചു വെക്കണം. വേണമെങ്കിൽ പാരമ്പര്യ രോഗങ്ങൾ എഴുതാനും ഏതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളും ചോദിക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സിക്കിൾ സെൽ അനീമിയ ആണ്. സിക്കിൾ സെൽ അനീമിയക്ക് കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ്. എന്താണ്? ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് ഹീമോഗ്ലോബിനാണ് നമ്മുടെ രക്തത്തിന് എന്ത് ചെയ്യുന്നത്? നിറം കൊടുക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ ഇല്ലേ, ആ ഒരു ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തെ, പ്രൊഡക്ഷനെ നിയന്ത്രിക്കുന്ന ജീനിന് എന്ത് ചെയ്യുന്നു? തകരാറുണ്ടാകുന്നു. നമ്മൾ പറഞ്ഞു പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ജനിതക തകരാറുകൾ കൊണ്ടാണ്, ജീനിലൊക്കെയുള്ള തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പം അതിൽ ഒന്നാമത്തെ ഒരു പാരമ്പര്യ രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയുടെ കാരണമാണ് ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറ് എന്ന് പറയുന്നത്. അതിൽ
അത് ബാധിക്കുന്ന വിധം, അതെങ്ങനെയാണ്, എവിടെയാണ് ബാധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ചുവന്ന രക്തകോശങ്ങൾ, അതായത് റെഡ് ബ്ലഡ് സെൽസ് അരിവാൾ ആകൃതിയിലാവുന്നു. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഒരു അരിവാൾ ആകൃതിയിലാവുന്നു. ചുവന്ന രക്തകോശങ്ങളുടെ ഓക്സിജൻ വാഹക ശേഷി കുറയുന്നു. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് അരിവാൾ ആകൃതിയിലാവുമ്പോൾ അവയുടെ എന്ത് ചെയ്യുന്നു, ആ ഒരു റെഡ് ബ്ലഡ് സെൽസിൻ്റെ ചുവന്ന രക്തകോശങ്ങളുടെ ഓക്സിജൻ വാഹക ശേഷി, ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി, ഓക്സിജൻ കൊണ്ടുപോകാനുള്ള ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുന്നു. ഈ രൂപമാറ്റം വന്ന ചുവന്ന രക്തകോശങ്ങൾ ലോമികകളിൽ, അതായത് നമ്മുടെ ആ ഒരു ബ്ലഡ് കൊണ്ടുപോകുന്ന ആ ലോമികകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിരകൾ, ആ ലോമികകളിൽ എന്ത് ചെയ്യുന്നു, തങ്ങി നിന്നിട്ട് രക്തപ്രവാഹം, നമുക്കറിയാം അരിവാൾ പോലെയുള്ളത് തങ്ങി നിന്നിട്ട് രക്തപ്രവാഹം തടയുന്നു. അതിനുള്ള പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് വൃത്തിക്ക് മനസ്സിലാകും. അപ്പം ഇങ്ങനെയുള്ള ചുവന്ന രക്തകോശങ്ങൾ എന്ത് ചെയ്യുന്നു, അരിവാള് പോലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൽ തകരാറുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു, ചുവന്ന രക്തകോശങ്ങൾ അരിവാള് പോലെ ആവുന്നു. ഇതാണ് എന്ത്, ലോമികകൾ. എന്താണ്, ഇതാണ് ലോമികകൾ, ആ ഒരു ബ്ലഡ് കൊണ്ടുപോകുന്ന ആ സിരകൾ. അതിൽ ഈ അരിവാള് പോലെയുള്ള ഇത് തങ്ങി നിൽക്കുന്നു. രക്തകോശങ്ങൾ കാണുന്നില്ലേ, തങ്ങി നിന്നിട്ട് രക്തപ്രവാഹം തടയുന്നു. അതാണ് സിക്കിൾ സെൽ അനീമിയ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാരമ്പര്യ രോഗമായിട്ടുള്ള ഹീമോഫീലിയ ആണ്. എന്താണ് ഹീമോഫീലിയ? ഹീമോഫീലിയൻ്റെ കാരണം രക്തം കട്ടപിടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ്. സിക്കിൾ സെൽ അനീമിയ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ്. ഹീമോഫീലിയ എന്താണ്, രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ്. ഇത് ബാധിക്കുന്ന വിധം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനിൻ്റെ അഭാവം. അതായത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും രക്തം കട്ടപിടിക്കുന്ന പ്രോട്ടീൻ ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അമിത രക്തസ്രാവം ഉണ്ടാകുന്നു. അതായത് നമ്മുടെ ആ ഒരു മുറിവിൽ നിന്ന് ഒരുപാട് രക്തം എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഹീമോഫീലിയൻ്റെ ഒരു പിക്ചറും കൂടി കാണിച്ചിട്ടുണ്ട്. ഇത് സാധാരണ വ്യക്തിയിലുള്ളതാണ്. ഒരു ഹീമോഫീലിയ രോഗബാധിതയല്ലാത്ത ഒരു സാധാരണ വ്യക്തികളിലുള്ളതാണ്. മുറിവുണ്ടാകുന്നു, അതിൽ നിന്ന് കുറച്ച് രക്തം പോകുന്നു. അപ്പോൾ എന്താണ്, രക്തം കട്ട പിടിക്കുമ്പോൾ ആ ഒരു രക്തസ്രാവം കുറയുന്നു. എന്നാൽ ഒരു ഹീമോഫീലിയ രോഗിയിൽ, അതായത് രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീനുകളൊന്നും ഇല്ലാത്ത ആ ഒരു ഹീമോഫീലിയ രോഗിയിൽ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു മുറിവിൽ നിന്ന് ബ്ലഡ് പോകുന്നു. ആ ഒരു രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മുറിവിൽ നിന്ന് അമിത രക്തസ്രാവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം പാരമ്പര്യ രോഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു ഫ്ലോ ചാർട്ട് കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിനോ എന്നുകൂടി ഒരു പരിശോധിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 രോഗങ്ങൾ നമുക്കറിയാം. എന്താണ്, ആർജിത രോഗങ്ങളും പാരമ്പര്യ രോഗങ്ങളുമാണ്. ഈ ആർജിത രോഗങ്ങളിൽ പകരുന്ന രോഗങ്ങളുമുണ്ട്, പകരാത്ത രോഗങ്ങളുമുണ്ട്. പകരുന്ന രോഗം ഏതാ, കുഷ്ഠം ഇതിൽ പറഞ്ഞിട്ടില്ല. എയ്ഡ്സ്, ക്ഷയം, മലേറിയ, നിപ്പ, അതൊക്കെ നിങ്ങൾക്ക് പറയാം. ഇനി ഈ ആർജിത രോഗങ്ങളിൽ പകരാത്ത രോഗം നമുക്കറിയാം. പ്രമേഹം പകരൂല, അനീമിയ പകരൂല, സിലിക്കോസിസ് പകരൂല, ക്യാൻസർ പകരൂല. ഇനി രോഗങ്ങളിൽ 2 വിധമുണ്ട്. ഒന്ന് ആർജിതാണ്, അത് നമ്മൾ പറഞ്ഞു, അത് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു തീർത്തു. ഇനിയുള്ളത് പാരമ്പര്യ രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹീമോഫീലിയും സിക്കിൾ സെൽ അനീമിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. നമ്മളിപ്പം തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഒരു ലാസ്റ്റ് പാർട്ട് കൊണ്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം. ഇനി നമുക്ക് അടുത്ത പാർട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Okay, thank you.